അപ്പോൾ ഞാനങ്ങനെ എന്നെ കാണിച്ചുകൊണ്ട് അധികം എടുക്കാറില്ല. ഏതായാലും അങ്ങനെ എന്നെ കാണിച്ചു കൊടുക്കണം. കുറേ കാലമായി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തായാലും ടെൻറ്റിൽ മഴയത്ത് കുടുങ്ങിക്കിടക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, എന്താണ് എൻ്റെ കയ്യിലുള്ളതെന്ന്. ഇവിടെ കൊച്ചുകൾ കയറി തുടങ്ങി. ടെൻറ്റൊക്കെ മഴ കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ പാമ്പിനെ ഒന്നും പേടിക്കണ്ട പുറത്തു നിന്നൊന്നും. പക്ഷേ കൊച്ച് നന്നായിട്ടുണ്ട്. ഇനി ഇത് തുറന്നാൽ അപ്പം തന്നെ കൊതുകൊന്ന് കയറും. അതുകൊണ്ട് നമ്മൾ തുറക്കലും അടയ്ക്കലും ഫ്ലാഷ് ഓഫ് സെക്കൻഡിലാണ്. ഇതിൻ്റെ ഡോറുകൾ ഈ കാണുന്ന ഇതിൻ്റെ ഡോറുകൾ സിപ്പുകളാണ് തുറക്കൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യത്തെ ബാഗ് എടുക്കാം. ഞാൻ 4 ബാഗുകളാണ് കൊണ്ടു നടക്കുന്നത്. നമ്മുടെ സാധാരണ ഒരു ബാക്ക് പാക്ക് പോലത്തെ ചെറിയ ബാഗുകൾ 4 എണ്ണം ഉണ്ടാവുക ഇതുപോലത്തെ. ഇതൊരു 17 ലിറ്ററേ ഉള്ളൂ ഒരെണ്ണം. ചെറിയ ബാഗുകൾ നമ്മുടെ ഒരു ബാക്ക് പാക്കിൻ്റെ അത്രയുള്ള 4 ബാഗുകൾ എൻ്റെ കയ്യിലുള്ളൂ. അതിനകത്താണ് ഈ കാണുന്ന ടെൻ്റ് അടക്കം. ഇത് ഒരു പുതിയ പമ്പ് മേടിച്ചതാണ് കേട്ടോ. പമ്പ് മേടിച്ചെങ്കിലും ഞാനത് ഒരു വടിയായിട്ട് കയ്യിൽ വെച്ചേക്കണാണ്. ഒരു അത്യാവശ്യത്തിന് ഒന്നുമല്ല, ആ വടിയും കൂടി നമ്മളെ എടുത്തടിക്കുന്നേ ഉള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇനി ബാഗിനകത്ത് കാണിക്കാം. ഒന്നാമത്തെ ബാഗ്, ഇതിനകത്തുള്ള സാധനങ്ങൾ. ഇതിപ്പോൾ ഒരു കുട പുതിയത് ഉദ്ഘാടിച്ചതാണ്. ഇന്നാണ് കുട ഉദ്ഘാടിച്ചത്. 3-4 മാസമായി മേടിച്ചിട്ട്. അപ്പോൾ റെയിൻ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് അതാണ് ഇടുന്നത്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് പോയതിലാണ്. ഇവിടെയൊക്കെ വെള്ളമാണ്. ഇത് ബാക്കിയില്ല. ഇതെപ്പോഴും ഉപയോഗിക്കുന്ന സാധനം. കഴുത്തിലിടുന്ന സ്കാർഫ്, പിന്നെ തണുപ്പത്തിടുന്ന തലയിലിടുന്ന തൊപ്പി, ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം ഉസ്ട്രോൺ മുനിസിപ്പാലിറ്റിയിൽ, പോളണ്ടിലെ ഉസ്ട്രോൺ മുനിസിപ്പാലിറ്റി എനിക്ക് സ്വീകരണം തന്നപ്പോൾ തന്നതാണ്. അവരെനിക്കൊരു സോക്സ് ഉസ്ട്രോൺ തന്നെ ഈ സോക്സിലുണ്ട്. ഉസ്ട്രോൺ മേയറൊക്കെയാണ് തന്നത്. ഈ സോക്സിലും ഉസ്ട്രോൺ എന്ന് എഴുതിയിട്ടുണ്ട്, ഇതിലും ഉസ്ട്രോൺ. ഏതായാലും ഭയങ്കര ഉപകാരമായി. പിന്നെ ഇതിൻ്റെ അടിയിലൊരു പുതപ്പുണ്ട്. അത് നമ്മളെ തോട്ടം കൊണ്ടാണ് ഈ കാണുന്നത്. കിട്ടുമെന്നറിയില്ല, ഇനി എടുക്കണില്ല, കാരണം വെള്ളം വലിയാനായിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ അതും കൂടി ചേർന്നുകൊണ്ടാണ് അവർ തന്നത്. അപ്പോൾ എനിക്കവർ ഗിഫ്റ്റ് തരാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, എനിക്ക് ചുമക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ളത് തന്നെയാണ്, വെയിറ്റുള്ള അല്ല എന്ന് പറഞ്ഞാൽ തന്നത്. അപ്പോൾ അതാണൊന്ന്. പിന്നെ ഇതൊരു സൈക്കിൾ പമ്പ്. പിന്നെ ഇത് നമ്മളെന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ സാലഡ് പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്യണ സാധനം. ഓരോന്ന് ഈ ബാഗിനകത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉപകരണങ്ങളാണ് വയ്ക്കുക. ഇത് മൊബൈലിൻ്റെ കേബിളുകളുടെ ഒരു കൂട്ടം. ഇതൊരു അടിപൊളി ഉപകാരമുള്ളൊരു സാധനമാണ്. ഇതുപോലത്തെ ഒരു 3 പാത്രമുണ്ട്. കഴിക്കാം. അപ്പോൾ സ്പേസ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. പാത്രം ഇതൊരു 3 എണ്ണം ഉണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഉപയോഗിക്കണില്ല എങ്കിലും ഇത് അത്യാവശ്യം മെഡിസിനുകളൊക്കെയാണ്. കഴിഞ്ഞ വിൻ്റർ സമയത്തൊക്കെ കാൽസ്യം ഇല്ല, വെയിൽ കൊള്ളാത്തതുകൊണ്ട് കാൽസ്യം ഡിയുടെ കുറവ്, അതൊക്കെ ആയിട്ട് എനിക്ക് കാൽസ്യത്തിൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, അതൊക്കെ ആയിട്ട് കുറേ ഗുളികകൾ മേടിച്ചാണ്. പിന്നെ അങ്ങനെ മേലൊക്കെ പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഒലിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഗുണമൊക്കെ അറിയണേ, വെയിൽ കൊള്ളാത്തതിൻ്റെ. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു ക്രീമും അന്നത് മേടിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നില്ല എങ്കിലും കയ്യിലൊരു സ്റ്റോക്കായിട്ട് ഞാനിങ്ങനെ കയ്യിലിപ്പോഴും വച്ചേക്കുകയാണ്. ഇനിയും വേണ്ടി വരികയാണെങ്കിൽ തണുപ്പത്ത്. അതിന് ശേഷം ഞാൻ പിന്നെ വെയിൽ എവിടെ കണ്ടാലും, സായിപ്പന്മാരെ എന്തുകൊണ്ടാണ് വെയിലിനെ ഇത്ര ഇഷ്ടപ്പെടുന്നതെന്ന് എന്നേരം പിടിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്തുള്ളത്. അത് തന്നെയാണ് അത്. പിന്നെ പാത്രം കഴുകണ ബ്രഷ്, ഇത് കത്തി മുള്ള് സെറ്റ്, ഫോർക്ക് നൈഫ്. ഒരു ടൂത്ത് ബ്രഷ് ഒരെണ്ണം പുതിയത് മേടിച്ചിട്ട് അത് കഴുകേണ്ടി വരികയാണെങ്കിൽ അത് കഴുകാനായിട്ട്. അപ്പോൾ അതിടുന്ന കൂടാണ് കേട്ടോ ഇത്. പിന്നൊരു നൈഫ്, എന്തെങ്കിലും പച്ചക്കറിയോ പഴമോ മേടിക്കുകയാണെങ്കിൽ ഒന്ന് അരിയാൻ. എല്ലായിടത്തൊരു സാലഡ് ഉണ്ടാക്കും. ഇന്ത്യക്കാരെ പറ്റി ഫോറിനേഴ്സിൻ്റെ ഇടയിലെല്ലാം മൊത്തം പേര് തന്നെ നമ്മൾ സാലഡൊന്നും കഴിക്കില്ല എന്നുള്ളതാണ്. നമ്മളെ പറ്റിയുള്ള 2 പേരുകൾ നമ്മുടെ സമയനിഷ്ഠയിൽ വളരെ ഫേമസ് ആണ്. പിന്നെ അരിയാഹാരം, അരി, നോ സാലഡ്സ്. സായിമാർ പറയും നിങ്ങൾ അല്പം ബ്രോക്കോളിയെങ്കിലും കഴിക്കണം, എന്തെങ്കിലും സാലഡ് കഴിക്കണമെന്ന്. അപ്പം ഐ ആം നെയ്തർ
ആ കാര്യങ്ങളിലൊന്നും ഞാനൊരു ഇന്ത്യക്കാരനല്ല. കൃത്യനിഷ്ഠ ഇത് സാലഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിനാണ് നേരത്തെ കണ്ട ആ ഗ്രേറ്ററൊക്കെ എടുത്ത് മറ്റേ ഇതൊക്കെ. പിന്നെ എന്താ ഉള്ളത്, ഇത് ബൈക്ക് കമ്പ്യൂട്ടറാണ്. മേടിച്ചെങ്കിലും ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഭയങ്കര ചീപ്പായിട്ട് ഒരിടത്ത് ഞാൻ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഫിറ്റ് ചെയ്യാൻ ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബൈക്കിൻ്റെ ആളെ കണ്ടിട്ട് അതൊന്ന് ഫിറ്റ് ചെയ്യിപ്പിക്കും. അതായത് അതിൻ്റെ സ്പീഡോമീറ്റർ, ടൈം, ടോട്ടൽ കിലോമീറ്റർ ഒക്കെ ആയിട്ടാണ്. ഇതൊരു ഹാർഡ് ഡിസ്ക്കാണ്. 4 TB ഒരു ഹാർഡ് ഡിസ്ക്കാണ്. മൊബൈലിൽ ഡാറ്റ വരുമ്പോൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് ബോസ്നിയെന്ന് മേടിച്ചാൽ നല്ല വിലയായി. ചാർജറിൻ്റെ സെറ്റുകളുണ്ടല്ലോ, നമ്മളെ ചാർജർ, പിന്നെ മൾട്ടി പിന്ന് 3 ചാർജറുകൾ. അങ്ങനെ മൊബൈൽ സിമ്മുകളൊക്കെ കിട്ടുന്ന എടുത്തു വയ്ക്കുന്നത്, അത്രയേ ഉള്ളൂ. കുപ്പി കഴുകുന്ന ബ്രഷ് എന്താ, ഇത് മറ്റേ ട്രിമ്മർ. ഇതൊരു ഭയങ്കര ഉപകാരമുള്ളൊരു സാധനം. ഇത് ഞാൻ കഴിഞ്ഞ തായ്ലൻഡ് യാത്രയിൽ മലേഷ്യയിൽ നിന്ന് മേടിച്ചാണ്. ഇതൊക്കെ ക്ലിയറായിട്ട് വീഡിയോ കിട്ടുന്നതായിരുന്നു. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്ത് ഇതെന്തെങ്കിലും കൊളുത്തി വയ്ക്കാം ഈ രീതിയിൽ. ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ് കണ്ടോ. ഇതുപോലെ എടുത്ത് മറുവശം അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഏതിലും കൊളുത്തി പിടിച്ച് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ തൂക്കിയിടുമ്പോൾ ഇതിനകത്ത് ഈ ഓരോ കാരാബിനുകൾ എന്ന് പറയുന്നത്, കാരാബിനിലെല്ലാം ഓരോന്ന് തൂക്കിയിടാം. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒറ്റയടിക്ക് തൂക്കിയിടാനായിട്ട് ഉപയോഗിക്കാം. ഇത് ബൈക്ക് മെയിൻ്റനൻസ് കിറ്റ്, ബൈക്ക് ടൂൾ കിറ്റ്. നമ്മളുടെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ, വണ്ടിയുടെ അഴിക്കണ എല്ലാ സാധനങ്ങളും ഒറ്റ കിറ്റായിട്ട് ഇതിനകത്തുണ്ട്. ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പോയി പുതിയതൊരെണ്ണം മേടിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം വിലക്കുറവിൽ കണ്ടു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ്. ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു പോഞ്ചോ, റെയിൻ പോഞ്ചോ. ഇതൊരു ഉപയോഗിച്ചിട്ടില്ല. മഴയത്ത് പെട്ടെന്ന് തന്നെ, ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടല്ലോ അത് വെറുതെ ഇതായിട്ടിരുന്ന റെയിൻ കോട്ടായിട്ട് ഇപ്പോൾ എല്ലായിടത്തും നാട്ടിൽ കാണുന്നതാണ്. ഇത് ഒരു ഗോപ്രോയാണ് ഇതിനുള്ളിലുള്ളത്. GoPro 8 ആണ്. 6 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെനിക്ക് ഗൾഫിലെ ഞാൻ തായ്ലാൻഡിലായിരിക്കുമ്പോൾ നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ഗൾഫിൽ വെച്ചിട്ട് ഗൾഫിൽ നിന്ന് ഒരാൾ, അന്ന് വരെ ഞാൻ കാണാത്തൊരു കക്ഷി, അന്ന് വരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ ഷൂട്ടിങ്ങിലാണ്. അന്ന് വരെ ഞാൻ കാണാത്ത ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് കാശ് അയച്ചു തന്ന് മേടിച്ചാണ്. പിന്നെ ഞാൻ ദുബായിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 5 കൊല്ലത്തെ പരിചയം ഉണ്ടായിരുന്നിട്ട് എന്നോട് ഒരു കാര്യം ഇന്നത് ചെയ്യണമെന്ന് ഒന്നും ആവശ്യപ്പെടാത്ത കക്ഷി. പുള്ളി അതിനുശേഷം ഞാൻ ദുബായിൽ ചെല്ലുമ്പോൾ പുള്ളിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യാത്തതുകൊണ്ടാണ്. പുള്ളി എന്നിട്ട് ദുബായിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുമ്പോഴും എനിക്ക് കുറേ സാമ്പത്തികം അന്നും ചെയ്തു തന്നു. വെറും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, നല്ല മനുഷ്യൻ. GoPro ഉപയോഗിക്കൽ കുറവാണ്. ഒന്ന് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ മാറ്റലൊക്കെ നല്ല പണിയാണ്. ഇത് കാർഡാണല്ലോ, മെമ്മറി കാർഡാണ്. മെമ്മറി കാർഡിൽ നിന്ന് ഡേറ്റ എടുത്ത് മാറ്റണം. അതുകൊണ്ട് അത് കാര്യമായിട്ട് ഉപയോഗിക്കലില്ല, ഇടയ്ക്കൊക്കെ എടുക്കും. അതാണ് ഇതിനകത്തുള്ളത്. ഇതിന് തിരിച്ചു കയറ്റുന്നൊരു ചടങ്ങാണ്. നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. ഒരു ഓർഗനൈസ്ഡായിട്ട്. ഇത് വെറുതെ ഒരു ബാഗ് കയ്യിൽ വെച്ചേക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് അലക്കുലത്ത് ഇളക്കൊക്കെ എടുത്തിട്ടേക്കണം. ഗോപ്രോയുടെ സ്റ്റാൻഡും അതുപോലത്തെയൊക്കെ കാര്യമായിട്ടൊന്നുമില്ല. വെറുതെ സിമ്മുകളും ഒരു ചെവിയിലിടുന്ന സാധനവും അത്രയൊക്കെ ഉള്ളൂ. ഇതൊന്നുമില്ല. വെറുതെ കയ്യിൽ വെച്ചേക്കണം. ഇതിനകത്ത് എന്താ ഇതൊന്നുമില്ല.
വേറെ പോക്കറ്റുണ്ടല്ലേ. മറ്റേ ഫോണിലോ എന്തെങ്കിലും കൊളുത്തിയിടാനായിട്ടുള്ളത് വെറുതെ വച്ചേക്കണമെന്നേ ഉള്ളൂ. നാട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും. നേരത്തെ ഇതായിരുന്നു മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വേറൊരു ബാഗ് വന്നപ്പോൾ, ഇത്രയും ചെറുതല്ലാത്ത വന്നപ്പോൾ ഇത് കളഞ്ഞില്ല. ഇതെന്നാലും നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് എടുത്തു വെച്ചേക്കുന്നു. പിന്നെ ഇത് കുറച്ചധികം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ യാത്രയ്ക്ക് വേണ്ടിയിട്ട്, ഈ യാത്ര തുടങ്ങുമ്പോൾ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നല്ലൊരു അതിമനോഹരമായിട്ടുള്ള ഒരു ബ്രോഷറാണ്. ഇത് കിട്ടിയവരൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു. അതിനകത്ത് എൻ്റെ യാത്രാ ലക്ഷ്യങ്ങളൊക്കെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത്, ഞാൻ തന്നെ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ തന്നെ ചെയ്താണ്. മനോഹരമായൊരു ഡിസൈനിൽ മനോഹരമായി ചെയ്താണ്. ഇതിൻ്റെ കോപ്പിറൈറ്റ് ശരിക്കും വേണം. ആ പ്രസ്സുകാർ ഇത് ഡിസൈൻ ചെയ്തവർ ഇത് അവിടെ ഏറ്റവും വലുതായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ്, ഏറ്റവും മനോഹരമായ ഒന്നായിട്ട് ചെയ്തു തന്നത്. ഒരു കൊച്ചുകുട്ടിയാണ്, 8ാം ക്ലാസ്സിൽ അന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് ഇത് ചെയ്തു തന്നത് കമ്പ്യൂട്ടറിൽ നമ്മളുടെ ഐഡിയ വെച്ചിട്ട്. ഞാൻ പലരോടും ഇത് പറഞ്ഞെങ്കിലും ആ കുട്ടിക്ക് മാത്രമാണ് ഈ ഐഡിയ കൺസീവ് ആയത്. ഇത് ബ്രഷാണ്, മറ്റേ ബൈക്കിൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യുന്ന ബ്രഷാണ്. ഇത് കഴിഞ്ഞു. ഒരു സാധനം കൂടി കാണുന്നു. ഇത് എവിടെ വെച്ചാൽ പോളണ്ടിൽ വെച്ചാൽ മറ്റേ വീഡിയോ കണക്കുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു സാധനമായിട്ട് തോന്നി. ഉപയോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. കറിയൊക്കെ മേടിക്കുകയാണെങ്കിൽ സോസുകൾ പറയുക, ടവർ സോസ് ടവർന്നോ സോസ് റോക്കറ്റ് എന്നോ അങ്ങനെ എന്താ പറയണത് അതിന് ഉണ്ടോ. ഒരേ സമയം 2-3 ചെറിയ ചട്നി, നമ്മളുടെ ഇതിൽ പറയാൻ ചട്നിയൊക്കെ ആയിട്ട് എടുത്ത് വയ്ക്കാം. എന്തായാലും ഇത് നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് കരുതി. അതുപോലെ ഇവിടെ ചിലപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റ് വരുമ്പോൾ സാധനങ്ങൾ ചിലപ്പോൾ ഫുഡൊക്കെ തരും. എന്നാലും ഇതിനകത്തേക്ക് ഇട്ട് തരാൻ പറഞ്ഞ് കൊടുക്കാനായിട്ടാണ് അങ്ങനെ എടുത്ത് വെച്ചേക്കണം. ഉപയോഗം ഉണ്ടായിട്ടില്ല ഇതുവരെ. സാധനം ഞാൻ ആവശ്യമില്ലാത്തതും കയ്യിൽ വയ്ക്കാറില്ല. ഇത് നമ്മൾ കാണിച്ചു. ഇതിലെല്ലാം തീർന്നു. ഇതൊക്കെ തിരിച്ച് വയ്ക്കട്ടെ. ഈ തിരിച്ചടുപ്പിൽ നല്ല ഇറങ്ങാം. ഇപ്പോൾ തൽക്കാലം മാറ്റിയിടട്ടെ. അടുത്തത് ഇത് ഡ്രസ്സുകളുടെയാണ്. ഒരു ബാഗ് വളരെ ചുറ്റി ഇത് ശരിക്കും വളരെ ഒരു പൗച്ച് പോലെ കുഞ്ഞിതാക്കാൻ പറ്റും കേട്ടോ. ഇത് ചുറ്റി ഇതിനകത്ത് കാണിക്കാം. ഇത് ഇത്രയും ആവും, ഇതിനുള്ളിലേക്ക് കയറ്റാൻ പറ്റും. ഞാനത് ചെയ്തില്ല. 20 ലിറ്റർ വോളിയം കൊണ്ട് ഞാനും ചുറ്റി ഇതിനകത്തേക്ക് കൊള്ളിക്കാൻ പറ്റും. വേണ്ട ഈ ഇതിനകത്തേക്ക്. പിന്നെ ഇതിനകത്തെല്ലാം ഡ്രസ്സുകളാണ്. ഇതിൽ ഞാൻ പെട്ടെന്ന് എപ്പോഴും എടുക്കുന്ന സോക്സ് അതുപോലത്തെ സാധനമൊക്കെ അലക്കി കഴിഞ്ഞ് ഇതിനകത്തേക്ക് കിട്ടും. ടോയ്ലറ്റ് പേപ്പർ 2 ഇതൊരാൾ കണ്ടപ്പോൾ എനിക്ക് ഓടി വന്നിട്ട് തന്നൊരു തൊപ്പി, ഒരു കറുത്ത തൊപ്പി. അപ്പോൾ കറുത്ത തൊപ്പി, പച്ചത്തൊപ്പി, നീലത്തൊപ്പി, അങ്ങനെ 3 തൊപ്പികൾ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊരു സാധനം. ഒന്നുമില്ല, ഒരു മാറ്റ് ഭയങ്കര ഉപകാരം. ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ്. ഡിക്കാത്തലിൻ്റെ പോലെയല്ല, ഇത് വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഇത് ചെയ്തേക്കണതും. ഡിക്കാത്തലിൻ്റെ മാറ്റ് കാണിക്കാൻ ഞാൻ. ഒട്ടുക്കത്തെ വെയ്റ്റും ഇത് ലൈറ്റ് വെയ്റ്റ്. അതുപോലെ ഇതെങ്ങനെ മടക്കിയാലും ഇത്തിരി വലുതായി. ഈ ബാഗ് കണ്ടോ, ബാഗ് വളരെ വലുതായിട്ട്, അതായത് മറ്റേത് ഡിക്കാത്തലിൻ്റെ മടക്കി ഒരു തരി പോലും കൃത്യമായിട്ട് വെച്ചില്ലെങ്കിൽ അത് അടയ്ക്കാൻ പറ്റില്ല. ഇതെങ്ങനെയല്ല കണ്ടോ, വെറുതെ ഇട്ടാൽ പോലും അടയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇതും ഈ മാറ്റിൻ്റെ 4 പോളുകളുണ്ട്, അതായത് വലിച്ച് കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കമ്പിയുണ്ട്. അതുമാണ് ഇതിൻ്റെ അടിയിലുള്ളത്. പിന്നെ എൻ്റെ ഡ്രസ്സുകളെ കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ജോഡി ഡ്രസ്സ്, പാൻറ്റും ഷർട്ടും, അതാണ് ഇതിനകത്തുള്ളത്. എടുത്താൽ പിന്നെ ഇവിടെയൊക്കെ വെള്ളമുള്ളതുകൊണ്ട് ചിലപ്പോൾ നനയും, അതുകൊണ്ട് അതെടുക്കാത്തത്. അതാണൊന്ന്. അല്ലെങ്കിൽ ഈ അടുത്ത ബാഗ്, ഇനി 2 ബാഗുകളും കൂടിയുള്ളത്. 2 ബാഗിലൊന്ന് ടെൻറ്റിൻ്റെ ബാഗാണ്, അത് കാലിയാണ്. ബാഗ് കാലിയാണ്. ഇത് ടെൻറ്റ്, ഈ കാണുന്ന ടെൻറ്റ്. ഇത് ടെൻറ്റിന് 2 ലെയറുണ്ട്. ഒന്ന് ഫസ്റ്റത്തെ ഇത് മസ്കിറ്റോ നെറ്റ്. അടുത്തത് റെയിൻ ഫ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുകളിൽ മൂടണത് മഴ വരിയാണ്ടിരിക്കാനായിട്ട്, അത് 2 പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന സ്ലീപ്പിംഗ് ബാഗ്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് കാണിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയാം. ഇതാണ് സ്ലീപ്പിംഗ് ബാഗ്. ചുരുണ്ടി വരും. ഇത്രയും വൃത്തികെട്ട ഒരു ഡിക്കാത്തലിൻ്റെ ബാഗാണ്, നല്ല കാശ് കൊടുത്ത് മേടിച്ചാണ്. ഇതിനകത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഇത്രയും വൃത്തികെട്ടൊരു ബാഗ് കാണിച്ചു
കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നോക്കിയേ, ഈ സിബ് ഉണ്ടോ, 2 സിബുകളുണ്ട്. ഇതാ ഇവിടെ ഇത് ലോക്ക് അഴിഞ്ഞു പോരും. ഇനി നമ്മൾ കണ്ണ് വയ്ക്കാനിടം, നമ്മൾ തല വയ്ക്കാനിടം അവിടെ ഇതിനകത്താണ് കയറിയിട്ടാണ് ഈ സിബ് ഇട്ടിട്ട് നമ്മൾ കിടക്കണത്. ഇതുണ്ട് കണ്ണിൻ്റെ അവിടെ തന്നെ വന്നിട്ട് 2 കോലുകളുണ്ട്. എപ്പോഴും കണ്ണിൽ വന്നിപ്പോഴും ഇത്രയും പ്രാക്ടിക്കല്ലാണ്ട് ഒരു സാധനം. പിന്നെ ഞാനിതിപ്പോഴും ചുമന്നുകൊണ്ട് കിടക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയത് മേടിക്കാൻ ഇനി ഒരുപാട് 3000-5000 രൂപ ഏറ്റവും കുറഞ്ഞ 100 യൂറോയ്ക്ക് ഇവിടെ 10,000 രൂപയ്ക്ക് മുകളിൽ പോകും. നല്ലതിന് 100, 120, 300 യൂറോയ്ക്ക് വരും. അത്രയും നല്ലതുണ്ട് ഇവിടെ. പക്ഷേ ഇവിടെ യൂറോപ്പ് ആയതുകൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് പറ്റില്ല അത്. പിന്നെ ഇത് ശരിക്കും ഊതി വീർപ്പിക്കണതാണ്. ഊതി വീർപ്പിച്ച് ഞാൻ ചെയ്യലില്ല, കാരണം ഊതി വീർപ്പിച്ച ഡിക്കാത്തലിൻ്റെയാണ്. അതായത് കല്ല്, മരം അതിൻ്റെയൊക്കെ മുകളിൽ കിടക്കണമെങ്കിൽ ഇത് വേണം. ഇത് വീർപ്പിച്ചാലേ കിടക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ മേത്ത് കുത്തിക്കയറും. ഞാനിപ്പോൾ ശീലമായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാണ്ടായി. കുത്തിക്കയറുകയൊക്കെ ചെയ്യും, എന്നാലും നമ്മളങ്ങ് കിടക്കും. ഇതിപ്പോൾ ഇവിടെ നല്ല പുല്ലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഊതി വീർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ എയറും കുത്തിക്കളയാണ്ട് ഇത് മടക്കാൻ പറ്റില്ല. കാരണം അത്രയും പ്രാക്ടിക്കലിലാണ്ട് ഉണ്ടാക്കിയാണ്. തിരിച്ച് ആ കവറിനുള്ളിലേക്ക് കയറില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വീർപ്പിക്കൽ പിന്നെ എളുപ്പമാണ്, കുത്തിമാറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി. പിന്നെയുള്ള ഉണ്ട് ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മാറ്റിയാൽ ഇവിടെ മുഴുവൻ നനഞ്ഞ് കിടക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു മാറ്റിയാൻ ഈ സാധനം ഉണ്ടല്ലോ, ഇത് വിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മാറ്റ് വിരിച്ചിട്ടാണ് വിരിക്കുക. കാരണം അടിയിൽ വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊണ്ട് കയറണ്ട. ഇതിന് ഇത്തിരി വിലയുണ്ട്. ഇതിന് 800 യൂറോ ഉണ്ട്. ഞാൻ മേടിക്കുമ്പോൾ 500 ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ നോക്കിയപ്പോൾ അതിന് 800 യൂറോ ഉണ്ട്. 800 യൂറോ എന്ന് പറയുമ്പോൾ 80,000 രൂപ. എനിക്ക് ഫ്രീ എന്നാണ് ഒരാൾ, ഈ ഷോറൂംകാർ ഫ്രീ എന്നാണ്. ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പോറൽ വന്നിട്ടുണ്ടെങ്കിൽ കൊമ്പോ കോലോ കൊണ്ട് കീറണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ അതിനകത്താണ് വയ്ക്കുക. അതാണ് ഒരിത്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. അതായത് ടെൻറ്റിൻ്റെ ഉപകരണങ്ങളൊക്കെ കൂടി ഇതിനകത്ത് കിട്ടും. പിന്നെയുള്ളത് ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ഇതിനകത്ത് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കാണിക്കാം. ഫുഡ് പല്ലി കഴിക്കും കേട്ടോ. പല്ലി കഴിക്കണ ബ്രഷും പേസ്റ്റും. നേരത്തെ കാണിച്ച പാത്രം ഉണ്ടല്ലോ, അത് ഒരു സെറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ ഉപയോഗിച്ചാണ്, അതുകൊണ്ടാണ് ഇന്നലെ ഉപയോഗിച്ചത്. അതുകൊണ്ട് നനഞ്ഞിരിക്കുക കഴുകിയിട്ട്. അങ്ങനെ 3 പാത്രമുണ്ട്. അത് ഭയങ്കര ഉപകാരം. ഈ പാത്രം മടക്കി ചെറുതാക്കാൻ പറ്റും. ഇത് മാമ്പഴം ഉണക്കിയത്, വാഴപ്പഴം ഉണക്കിയത്. നമ്മളുടെ അതിലൊരു ഇന്നത്തെ ഭക്ഷണം ഇപ്പോൾ അതായിരിക്കും. ഒരു വരിക്കുള്ള പോകാമെന്ന് പറഞ്ഞ പോലെ. ഈന്തപ്പഴം, ഇത് കണ്ണതയാട്ടോ. ഞാനതിനകത്ത് വയ്ക്കാറില്ല. ഞാൻ 3000 രൂപ എടുത്ത എത്രയോ രൂപ എടുത്ത് ഡിക്കാത്തലിൻ്റെ മൊബൈലിൻ്റെ കവർ എടുത്തു. അതിനകത്തേക്ക് ഫോൺ കയറില്ല. എൻ്റെ ചെറിയ ഫോണേ കയറുള്ളൂ. അത് കയറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യവും ഇവിടെ കാണാൻ പറ്റില്ല ഡിക്കാത്തലിൻ്റെ കയ്യിൽ. പക്ഷേ ഇത് വളരെ പ്രാക്ടിക്കൽ, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി. കാഷ്യൂനട്ട്, പിന്നെ ഒരു സഞ്ചി കൂടിയുണ്ട്. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിനകത്തേക്ക് ഇട്ടുണ്ടാവും. എല്ലാം ഡ്രൈ ഫ്രൂട്ട്സുകളാണ്. സൺഫ്ലവർ സീഡ്, മറ്റേ പൊട്ടിച്ചിട്ടില്ല ഇതുവരെ. നമ്മളെ എള്ള്, ഇങ്ങനെ ഓരോ ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് വാൾനട്ടല്ല, മറ്റേ സാധനം പീക്കനട്ട്, കാഷ്യൂനട്ട്, പിസ്ത. ഇത് വെള്ളത്തിനകത്തിട്ട് എല്ലാ ഫ്ലവറുകളും കൂടി. ഇത് ബദാം. ഇത് ഫിഗ് ഉണക്കിയത്, ഇത് ആപ്രിക്കോട്ട് ഉണക്കിയത്. ഇത്രയേ ഉള്ളൂ. ഇത് കഴുകാനുള്ള ഒരു ബ്രഷ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. പോളണ്ടിലെ ഒരു ഫാമിലി എന്നാണ്. അവളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ആ കൊച്ചിൻ്റെ ടോള. അവരവിടെ ഇരുന്ന് അവരുടെ വീട്ടിൽ ആപ്രിക്കോട്ട് പൊട്ടിക്കൽ ചെയ്യുന്നതായിരുന്നു എൻ്റെ പണി. അങ്ങനെ കണ്ടപ്പോൾ എനിക്കവർ പുതിയത് ഒരെണ്ണം മേടിച്ചു തന്നു. ഇത് കണ്ടപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റായിട്ടൊരു പുതിയത് മേടിച്ചു. അപ്പം ഞാൻ പറയും, എന്നാൽ എനിക്ക് ഇത് തരാൻ പറഞ്ഞു. അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചിൻ്റെ പേരെഴുതി, ടോള എന്നുള്ള കൊച്ചിൻ്റെ പേരെഴുതിയത്.
നമ്മൾ ആ ഓർമ്മകളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇതൊരു മരത്തിൻ്റെ സ്പൂണിൻ്റെ സെറ്റ് മേടിച്ച ഉപയോഗമൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ സ്റ്റീവിയ ഷുഗർ. സ്റ്റീവിയ ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഉപയോഗിച്ചായിട്ട് ഇല്ല, ഉപയോഗിച്ചിട്ടില്ല, ഇനിയൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഇത് ഭയങ്കര ഉപകാരമാണ്, അറിയാലോ. ആ പൊട്ടിച്ച് കഴിഞ്ഞാൽ പാക്കറ്റ് തിരിച്ച് സീൽ ചെയ്ത് വയ്ക്കുന്നതാണ്. ഓരോന്നും അങ്ങനെ ഞാൻ തിരിച്ച് വച്ചിട്ടുണ്ട്, നോക്കിയാൽ കാണാം. അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഹെൽമെറ്റ്, ഗ്ലാസ്, ടോയ്ലറ്റ് പേപ്പർ, അത്രയൊക്കെ ഉള്ളൂ. ആഹാ, എല്ലാം നിരന്നാടി പൊളിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടി എൻ്റെ യാത്രകൾ. ഇഷ്ടപ്പെട്ടാൽ പറയണേ. പിന്നെ ഫുഡ് ഉണ്ടാവും കേട്ടോ. അതെ, അവിടെ ഒരു ഓറഞ്ച് ഉണ്ട്. ഇന്നലെ ഇപ്പോൾ ഞാൻ മേടിച്ച ഓറഞ്ച് ഇരിക്കുന്നുണ്ട് ആ സൈഡിൽ. അങ്ങോട്ടേക്ക് നീങ്ങാൻ പറ്റണില്ല, കുറച്ച് ഓറഞ്ച് ആ സൈഡിലിരിക്കുന്നുണ്ട് ഫുഡായിട്ട്. പിന്നൊന്നുമില്ല. ഈ സാധനമുണ്ട്. ഇത് ഓറഞ്ച് പറഞ്ഞുകൊണ്ട് ഓറഞ്ചിൻ്റെ അടുത്തുള്ളത് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ്. ഇത് ഞാൻ പുറത്താണ് വയ്ക്കുക എപ്പോഴും. ഓറഞ്ച് സ്ക്യൂസ് ചെയ്തിട്ട് ഡെയിലി കഴിക്കും. ഇതിനകത്തിരുന്ന് പിഴിഞ്ഞ്. അതിൻ്റെ കത്തിയാണ് ഈ കണ്ണ്. കത്തി കാണിക്കാം. ഇത് വണ്ടിക്ക് പുറത്താണ് വയ്ക്കുക. അപ്പോൾ ആ നേരത്തെ കണ്ട കത്തി അത് വേറെ. ഒരിടത്ത് വണ്ടിയിൽ കത്തി വെച്ചിട്ടുണ്ടാവും, ബാഗിലൊരു കത്തി ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നമ്മൾ കടയിലൊക്കെ പോകുകയാണെങ്കിൽ എടുക്കാനായിട്ട്. ഇത് സെറാമിക്കാണ്. സെറാമിക്കിൻ്റെ നൈഫാണ്, വളരെ ഷാർപ്പാണ്. തൊട്ടറിന് വളരെ ശ്രദ്ധിച്ചില്ലേ മേത്ത് കൊണ്ട് കയറും. അതിൽ വെള്ളം വീണ് കഴിഞ്ഞു. ഇന്നലെ രാത്രി ഇത് എടുത്താണ്. അപ്പോൾ ഡെയിലി അങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഒരു സെറ്റ് എടുക്കും. ഇത് മേടിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഓറഞ്ചിന് ജ്യൂസ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ 4 യൂറോ 6 യൂറോ കൊടുക്കും. ഇതൊരു 4 യൂറോയ്ക്ക് മേടിച്ചാൽ ഒരു 2-3 ഗ്ലാസ് ജ്യൂസ് കിട്ടും. അത് ഭയങ്കര ലാഭമാണ്. അങ്ങനെ അതൊക്കെ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ വണ്ടിയുടെ പുറത്ത് വയ്ക്കുന്നതാണ്. കട്ടിംഗ് ബോർഡാണ്. സാധനങ്ങൾ മേടിച്ച് സാലഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. പാർക്കിലൊക്കെ ഇരുന്ന് അതങ്ങനെ ഒരു ജർമ്മൻകാരെ പോർച്ചുഗലിൽ വെച്ചിട്ട് ഒരു ജർമ്മൻ ദമ്പതികളുടെ ഒപ്പം ഒരു 9 ദിവസം താമസിച്ചത്. അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് ശീലിച്ചാണ്. അവർ പാർക്കിലൊക്കെ ഇരുന്നിട്ട് ഉണ്ടാക്കും, സാലഡ് ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെ നമ്മളങ്ങ് ചെയ്യും. പിന്നെ ഉണ്ടോ, ഇതും ഇതുപോലെ തന്നെയാണ്. കഴുകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കണതാണ്. പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫിൽറ്റർ ചെയ്ത് വെള്ളം താഴേക്ക് പോകും. അപ്പോൾ മറ്റേ ചാടിപ്പോവില്ല. പിന്നെ നമ്മളെ പ്ലേറ്റ്, ഇതാണ് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടി ജീവിതം. വേറൊന്നുമില്ല, എല്ലാമായി. പാത്രം കാണിച്ചു, എല്ലാം കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പറയണേ. രണ്ട് പവർ ബാങ്കുകളുണ്ട്. അതിപ്പോൾ ഈ എൻഗേജഡായിട്ട് ഇവിടെ ഇരിക്കണ്ടേ. 2 പവർ ബാങ്കുകളും കൂടിയുണ്ട്. 2 ഇല്ല, ഒന്നേ ഉള്ളൂ. ഒരെണ്ണം വെറുതെ ആയി. ഒരു പവർ ബാങ്ക് അതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇത്രയാണ് കയ്യിലുള്ളത്. പവർ ബാങ്ക് ഒരു കേബിളിനകത്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടി എൻ്റെ ജീവിതങ്ങൾ. ഇത്രയും സാധനങ്ങളുമായിട്ടാണ് യാത്ര. ഇഷ്ടപ്പെട്ടാൽ പറയണേ. വേറെ എന്തെങ്കിലും വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ പറയുക. സ്നേഹം ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. ഇതാണ് എൻ്റെ ജീവിതം. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, മഴയായതുകൊണ്ട് ഇപ്പോൾ 3 ദിവസമായി തുടർച്ചയായിട്ട് ക്യാമ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഇത്രയും നനഞ്ഞു കുതിർന്നിരിക്കുക. അപ്പോൾ ഇന്നിനി ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് പവർ ബാങ്കുകളെല്ലാം തീർന്നു. എപ്പോൾ ട്രെയിനാവും. പവർ ബാങ്കിന് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ വേണം. അപ്പോൾ ഇന്ന് ഏതെങ്കിലും റൂം എടുക്കും. അതുപോലെ ഈ സാധനങ്ങളൊക്കെ ഇനി ഉണക്കണം. ഇനി ഈ മാറ്റും ഇതും ഒക്കെ നനഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ഉണക്കണമെങ്കിൽ രാത്രി ഇട്ട് നേരം വെളുക്കണവരെ തണലിൽ എവിടെയെങ്കിലും ഇടണം. വെയിലില്ലല്ലോ ഇവിടെ. അപ്പോൾ മഴയില്ലാത്ത എവിടെയെങ്കിലും വെച്ച്, എന്നാലേ മഴ നനയാത്തെടുത്ത് വയ്ക്കണം. അപ്പോൾ ഇന്നൊക്കെ മഴയാണ്. അപ്പോൾ എന്നാലേ ഇത് ഉണങ്ങുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്തായാലും റൂം എടുക്കും. ഇന്നപ്പോൾ 5000 രൂപ ഡീൽ. അപ്പോൾ ഇതാണ് യാത്രകളുടെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും 2 ദിവസം 3 ദിവസം വരെ ക്യാമ്പ് ചെയ്യാൻ പറ്റും. അതിന് മുകളിൽ പറ്റില്ല. മഴയില്ലെങ്കിൽ 3 ദിവസം വരെ. മഴയുണ്ടെങ്കിൽ 2 ദിവസം തന്നെ ബുദ്ധിമുട്ടാണ്. ബൈ. സ്നേഹം, സന്തോഷം.